ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇച്ചിരി നാളായി ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ. ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതുതന്നെയാണ് വീഡിയോ ചെയ്യാനൊന്നും പറ്റാതിരുന്നത്. ശബരിമല ദർശനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചെറിയ പനിയും മറ്റു കാര്യങ്ങളൊക്കെ പിടിപെടുകയും ശരീരത്തിന് സുഖമില്ലാത്തൊരവസ്ഥ ആണ് വന്ന് ചേരുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ തമ്മിൽ സമ്മതിക്കാതിരുന്നത്. എന്തായാലും ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യാമെന്ന് നിരീക്കുകയാണേ. എന്താണ്, കാളീദേവിയെ കുറിച്ചാണ് അല്ലേ. കാളീദേവിയുടെ പല പല വീഡിയോകളും നമ്മളിതിനു മുമ്പും പല രീതിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാൽ കാളീദേവിയെക്കുറിച്ച് എന്താ അങ്ങനെ വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യക്ഷത്തിൽ ഇത്ര പെട്ടെന്നൊരു അനുഗ്രഹം തരുന്നൊരു ദേവീഭാവം അല്ലേ, മാതൃഭാവം ഒക്കെയാണ് അമ്മ അല്ലേ. കാളീദേവിയെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പെട്ടെന്ന് അനുഗ്രഹങ്ങൾ കിട്ടുന്നതാണ്. അതുമാതിരി തന്നെയാണ് കേട്ടോ നമ്മളുടെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ആ അർപ്പണബോധം 100% ഇല്ലെങ്കിൽ കോപം കൊണ്ട് ജ്വലിക്കുന്ന ഒരു ദേവീഭാവം കൂടിയാണ് ഭദ്രകാളി ദേവി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അമ്മ, കാളിയമ്മ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അമ്മ ഉള്ളത്. എന്താണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു ദോഷം വരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവർക്കൊരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടോ നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടോ പ്രാർത്ഥിക്കരുത്. കാരണം എന്താണ്, അവരുടെ കർമ്മഫലങ്ങൾ അവർ അനുഭവിച്ചോട്ടെ, അതിന് നമ്മളൊരു നിമിത്തമായി തീരരുത് എന്നാണ് അല്ലേ. നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്, അഭിഷ്ടകാര്യങ്ങൾ എന്താണ്, ഉദ്ദിഷ്ടകാര്യങ്ങൾ എന്താണ്, അത് അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നാണ് അല്ലേ. അമ്മയെ പ്രാർത്ഥിക്കുക, അമ്മയെ ഉപാസിക്കുക, അമ്മയുടെ ദാസനായി മാറുക എന്നൊക്കെ പറഞ്ഞു വെച്ചിങ്ങനെ ശത്രുദോഷങ്ങൾ ഇല്ലാതിരിക്കുക അല്ലേ, കുടുംബത്തെ ഐശ്വര്യം ഉണ്ടായിരിക്കുക, സമ്പൽ സമൃദ്ധമായിരിക്കുക, ഉന്നതമായ വിജയങ്ങളൊക്കെ കരസ്ഥമാക്കുക. ഇമാതിരി കാര്യങ്ങളൊക്കെയാണ് അമ്മയുടെ പ്രീതിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. ഞാൻ ഭദ്രകാളി ദേവിക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടുകളൊക്കെ നമ്മളിതിനു മുമ്പ് പല വീഡിയോകളിലൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതൊക്കെ ക്ഷേമമായിട്ട് തന്നെ കഴിക്കുന്ന ആളുകളുമുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ ഫലസിദ്ധികൾ കിട്ടിയതായിട്ട് അവരൊക്കെ മെസ്സേജുകൾ അയക്കുമ്പോൾ അത് കാണുമ്പോൾ ഒക്കെ വളരെ വലിയ സന്തോഷമാണ്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്ന ഒരു നാമജപം എന്ന് പറഞ്ഞാൽ ചൊവ്വാവെള്ളി ദിവസങ്ങളിലൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ജപിക്കേണ്ട നാമജപമാണ്. എന്താണ് ഈ ചൊവ്വാവെള്ളി ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ, ചൊവ്വാവെള്ളി ദിവസങ്ങളൊക്കെ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളാണ്. അത് കാലത്തോ വൈകിട്ടോ എപ്പോഴാണെങ്കിലും എത്ര ഉരുവാണ് നിങ്ങൾക്ക് ജപിക്കുവാൻ കഴിയുമെങ്കിൽ അത്ര ഉരു ജപിക്കുക എന്നാണ്. എന്നാൽ ജപിക്കുമ്പോൾ വെറും നിലത്തിരുന്ന് ജപിക്കരുത്. കാരണം ഒരു പലകയുടെ മുകളിലോ അല്ലെങ്കിൽ നല്ല അലക്കി വൃത്തിയാക്കിയിട്ടുള്ള ഒരു മുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്ത്രം, ആ വസ്ത്രത്തിന് മുകളിലിരുന്നോ ഒക്കെ വേണം അമ്മയെ ജപിക്കുവാൻ. ജപിക്കുന്ന സമയത്ത് ചുവന്ന പട്ട് നമുക്ക് ധരിക്കാൻ കഴിഞ്ഞാൽ ക്ഷേമമായി എന്നാണ്. അല്ലെങ്കിലോ അങ്ങനെ ഒരു പട്ടിൻ്റെ കഷ്ണമെങ്കിലും നമ്മൾ കയ്യിൽ പിടിക്കുക. അങ്ങനെ ആ ഒരു ചുവന്ന പട്ടിൻ്റെ സാന്നിധ്യത്തിൽ ഈ നാമജപം നടത്തുമ്പോൾ അതിനൊരു ഫലസിദ്ധി എന്ന് പറയുന്നത് വളരെ ക്ഷേമമാണ് കേട്ടോ. അതുമാതിരി തന്നെ നമ്മുടെ പൂജാ റൂമിൽ വിളക്ക് വെച്ചതിന് ശേഷമാണ് ഈ നാമജപം നടത്തേണ്ടത്. അത് കാലത്തോ വൈകിട്ടോ എന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യം ആ സമയത്ത് നിങ്ങൾക്ക് വ്രതശുദ്ധി ഉണ്ടാവുക. വ്രതശുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ പരിശുദ്ധമായിരിക്കുക എന്നാണ് അതിനർത്ഥം. വ്രതശുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരേമായിരിക്കും പരിശുദ്ധമായിരിക്കുന്ന സമയമായിരിക്കണം. അത് വിളക്ക് വയ്ക്കുമ്പോൾ ഒരു ചുവന്ന പട്ടു തിരിയാണ് കത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ ശ്രേഷ്ഠമായി, വളരെ ശ്രേഷ്ഠമായി, അമ്മയ്ക്ക് അത്രയും സന്തോഷവതിയായി തീരും അമ്മ എന്നാണ്. കുറച്ച് ചുവന്ന പുഷ്പങ്ങൾ കൂടി അമ്മയുടെ തൃക്കാൽക്കൽ സമർപ്പിച്ച് വേണം നിങ്ങൾ ഈ നാമം ജപിക്കുവാൻ. ഈ നാമം ജപിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എത്ര ഉരു വേണമെന്ന് ഞാൻ പറയുന്നില്ല. എത്രയാണോ നിങ്ങൾക്ക് ജപിക്കുവാൻ കഴിയുക, ജപസംഖ്യയിലല്ല, നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായി എത്രമാത്രം അമ്മയിൽ ഭക്തിപുരസരം അലിഞ്ഞു ചേർന്നിട്ടാണ് ഇത് ജപിക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ളൊരു ഫലസിദ്ധി ആണ് അമ്മയുടെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടാവുക. അനുഗ്രഹത്തോടെ നമുക്ക് അത് നടത്തിത്തരാൻ അമ്മ മുൻപന്തിയിലുണ്ടാകും എന്നതാണ് അതിൻ്റെ ഒരു വിശ്വാസം.
അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ജപിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ ജപിക്കുന്നു എന്നുള്ളതാണ് ഓരോ നാമജപങ്ങൾക്കും അതിൻ്റെ ഫലസിദ്ധി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ജപിക്കേണ്ട രീതികളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ പറ്റൂ അല്ലേ. ജപിക്കുന്ന ആത്മാർത്ഥത, അർപ്പണബോധം അത് നിങ്ങളായിട്ടുണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് എത്രമാത്രം ദൈവിക ഭക്തി ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾ അമ്മയെ പ്രാർത്ഥിക്കുന്നു, എത്രമാത്രം നിങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങനെയൊക്കെ അനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു ഫലസിദ്ധി. നമുക്കത് നാമജപം പറഞ്ഞു തരാൻ പറ്റും, അതെങ്ങനെ ജപിക്കണമെന്ന് പറഞ്ഞു തരാൻ പറ്റും, അതിൻ്റെ ശ്രേഷ്ഠമായ ഭാവങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റും. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ പലരും പറയാറുണ്ട്, ഞാൻ ഇത്ര പ്രാവശ്യം ജപിച്ചു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, അതിൻ്റെ ഒരു ഫലസിദ്ധി കിട്ടിയില്ല. നിങ്ങൾ ജപിക്കുമ്പോൾ, നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ 100% ആത്മാർത്ഥമായിട്ട് 100% വിശ്വാസപൂർവ്വമാണ് അത് അർപ്പിച്ചതെങ്കിൽ എന്തായാലും തീർച്ചയായും അതിൻ്റെ ഫലസിദ്ധി കിട്ടാതിരിക്കില്ല കേട്ടോ. നമ്മുടെ എല്ലാ നാമജപങ്ങൾക്കും അതിൻ്റേതായ പരിപൂർണമായ ഫലസിദ്ധി കിട്ടുന്ന നാമജപങ്ങൾ മാത്രമേ നമ്മളിത് വീഡിയോ ആയിട്ട് പങ്കുവയ്ക്കാറുള്ളൂ. നിങ്ങൾ 100% ആത്മാർത്ഥമായി വിശ്വസിച്ച് അമ്മയെ പ്രാർത്ഥിച്ചോളൂ, അമ്മ കൈവിടില്ല. ഞാൻ ഈ നാമജപം ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങളും കേട്ട് ഹൃദ്യസ്ഥമാക്കി തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാതെ ജപിക്കുവാൻ ശ്രമിക്കുക. അമ്മയോട് 100% ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം എന്താണോ ആ കാര്യം നേടിയെടുക്കുവാൻ അമ്മയുടെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ ഈ നാമം ഇവിടെ ജപിക്കുന്നു. ഓം കാളി മഹാകാളി ഐം മഹാദേവി ഭദ്രേ ഹ്രീം ക്രീം പരാശക്തി മഹാഭൈരവീ ക്രീം ഹ്രീം ഫട്ട് സ്വാഹ. ഓം കാളി മഹാകാളി ഐം മഹാദേവി ഭദ്രേ ഹ്രീം ക്രീം പരാശക്തി മഹാഭൈരവീ ക്രീം ഹ്രീം ഫട്ട് സ്വാഹ. ഓം കാളി മഹാകാളി ഐം മഹാദേവി ഭദ്രേ ഹ്രീം ക്രീം പരാശക്തി മഹാഭൈരവീ ഹ്രീം ഹ്രീം ഫട്ട് സ്വാഹ. ഈ മന്ത്രമാണ് കേട്ടോ നിങ്ങൾ ചൊവ്വാവെള്ളി ദിവസങ്ങളിൽ അമ്മയോട് എന്താണോ നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യമെങ്കിൽ ആ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ജപിക്കാൻ കഴിയുമോ അത്ര പ്രാവശ്യം ജപിക്കുക. ഞാൻ പറഞ്ഞു, ജപിക്കുമ്പോൾ ഒരു ചുവന്ന പട്ടുതിരി കത്തിച്ച് വെച്ച് നിങ്ങൾ ജപിക്കാൻ ശ്രമിച്ചാൽ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും വേണ്ടുവോളം ഉണ്ടാകും.